ഹായ് എവ്രി വൺ. അപ്പോൾ ബ്രോഡ്കാമിൻ്റെ ഫസ്റ്റ് വീക്ക് റിവ്യൂ കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് വീക്ക് റിവ്യൂവിൽ നമുക്ക് കിട്ടുന്ന ടാസ്കുകൾ എന്തൊക്കെയാണെന്നും ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഏതെല്ലാം ട്യൂട്ടോറിയലും ഡോക്യുമെൻറ്റും ഒക്കെ റെഫർ ചെയ്യണമെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വീക്കിൽ നമുക്ക് കിട്ടുന്നത് മെയിൻലി രണ്ട് ടാസ്ക്കാണ്. ഒന്ന് ടെക്നിക്കൽ ടാസ്കും രണ്ടാമത്തത് പേഴ്സണൽ ടാസ്കും. പേഴ്സണൽ ടാസ്ക് എന്ന് പറയുന്ന നേരം നമുക്ക് 4 ടാസ്കുകളുണ്ടാകുക. അതിൽ 2 നമ്മുടെ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനാണ്. അപ്പോൾ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ ഒന്ന് നമ്മൾ സെമിനാർ യൂട്യൂബ് വീഡിയോയും പിന്നെ നമ്മുടെ ബ്രോഡ് ക്യാമ്പിൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ചെയ്യുന്ന ആ ഒരു റിവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. അത് അൺലിസ്റ്റഡ് ആക്കി ചെയ്താൽ മതി, പബ്ലിക് ആക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഏതായാലും ഒരു വീഡിയോ ചെയ്യുന്നതല്ലേ, അത് പബ്ലിക് ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് ആ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ ടാസ്ക് പറഞ്ഞാൽ നമ്മൾ ടൈപ്പിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള ടാസ്ക്കാണ്. ഡെയിലി 1 അവർ ടൈപ്പിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നമ്മുടെ ടൈപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക്കാണ്. അത് നമ്മൾ വീക്ക് ലാസ്റ്റ് ആകുന്ന നേരം നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ആ ഒരു ഡോക്യുമെൻറ്റിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് പേഴ്സണൽ ടാസ്കിൽ കാര്യമായിട്ട് വരുന്നത്. പിന്നെ അവസാനം വരുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാനും അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. ഇതാണ് പേഴ്സണൽ ടാസ്കിൽ വരുന്ന കാര്യങ്ങൾ. ടെക്നിക്കൽ ടാസ്കിൽ വരുന്നതെന്ന് വെച്ചാൽ HTML CSS വെച്ച് ഞാൻ 2 വെബ്സൈറ്റ് ഉണ്ടാക്കാനും അതോടൊപ്പം ആ ലാംഗ്വേജ് പഠിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ടെക്നിക്കൽ ടാസ്കിൽ നമുക്ക് വരുന്നത് ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ ഈ ടെക്നിക്കൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെല്ലാം വീഡിയോയും ഡോക്യുമെൻറ്റുകളൊക്കെ റെഫർ ചെയ്യണം, ഏതെല്ലാം രൂപത്തിൽ നമ്മൾ പഠിക്കണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇതിൽ റെഫർ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ച രീതി ആണ് ഞാൻ അവിടെ റെഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടെക്നിക്കൽ ടാസ്കിൽ ഫസ്റ്റ് നമുക്കുള്ളത് HTML CSSൻ്റെയും ബേസിക് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ബേസിക് പഠിക്കാനായിട്ട് ഞാൻ റെഫർ ചെയ്തത് പ്രോട്ടോടൈപ്പിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിലുണ്ട്. HTML CSSൻ്റെയും വെബ് ഡിസൈനിങ് ചെയ്യുന്ന വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഞാൻ ആ യൂട്യൂബ് വീഡിയോ ആണ് റെഫർ ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ക്ലോൺ ചെയ്തെടുക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടാവും. ആ വീഡിയോ കണ്ട് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് നമ്മൾ ക്ലോൺ ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബേസിക് പഠിച്ച് വെച്ചിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് വീണ്ടും കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിലുണ്ടാവും എങ്ങനെ ചെയ്താൽ നമുക്ക് ഈ അലൈൻമെൻറ്റ് സെൻറ്റർ ചെയ്യാമെന്നും ഈ എലമെൻറ്റ് എങ്ങനെ സെൻറ്ററിൽ ചെയ്യാമെന്നുള്ള അതുപോലത്തെ വളരെ അധികം ഡൗട്ടുകളൊക്കെ നമുക്ക് വരും. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഫസ്റ്റ് ബേസിക് പഠിക്കുക, ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക, 2 വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ കോഡ് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഏതാണ് കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തത് അത് എന്ത് ചെയ്യുക, W3 എന്ന സൈറ്റ് ഉണ്ട്. അതിൽ CSSഉം HTMLഉം ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റും എല്ലാ ടാഗുകളെ പറ്റിയും അതിൽ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ ഏതാണോ പുതുതായിട്ട് പഠിച്ച ആ ടാഗ് അതല്ലെങ്കിൽ ഏതാണോ ആട്രിബ്യൂട്ട് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുക. അത് എന്ത് തരം ആട്രിബ്യൂട്ടാണ്, അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒക്കെ റെഫർ ചെയ്തത്. അപ്പോൾ അതുപോലെ ഇവിടുത്തെ പ്രോട്ടോടൈപ്പിൽ ഒരുവിധം സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് ബേസിക് നമ്മൾ പഠിക്കുക. ബേസിക് പഠിച്ചതിന് ശേഷം ഡയറക്റ്റ് എന്ത് ചെയ്യുക, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവുക. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഡൗട്ട് വരുന്നതിന് ഗൂഗിൾ സെർച്ച് ചെയ്യുക, അത് അറിയാത്തതിനെ പറ്റി പഠിക്കുക, എന്നിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കി അതിൽ കോപ്പി ചെയ്യുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് സുഖമായിട്ട് നമുക്ക് ഈ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റും. അപ്പോൾ ഞാൻ പഠിച്ച യൂട്യൂബിൻ്റെയും ഡോക്യുമെൻറ്റിൻ്റെയും അതുപോലെ ക്ലോൺ എടുക്കാൻ ഉപയോഗിച്ച വീഡിയോയുടെയും ഒക്കെ ലിങ്ക് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വേണ്ടിയവർക്കൊക്കെ അത് റെഫർ ചെയ്ത് പോകാം. ഇപ്പോൾ ഇതൊക്കെ വളരെ ഡെയിലി നമ്മളൊരു 10 hours വർക്ക് ചെയ്താൽ നമുക്ക് ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളേ ഉള്ളൂ ഇതെല്ലാം. അപ്പോൾ എല്ലാവരും മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക, ഈ ഒരു രൂപത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.